പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ടെസറിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ബ്ലാക്ക് ഷെയ്ഡിൽ ഇതിൽ സൈഡിൽ എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പ് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. പല്ലു ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിലെ ഡിസൈൻ വരുന്നത്. ഇപ്പോൾ ടെസറിൽ തന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇപ്പോൾ വേറൊരു ടൈപ്പ് ടെസറിലുള്ള മറ്റൊരു ഡിസൈൻ, ഇതെല്ലാം ഞാൻ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണിത്. ബ്ലാക്കിൽ വന്നിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ് വരിക. സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. റേറ്റ് വരുന്നത് 2725 ആണ്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ സ്കാറ്റേർഡായിട്ട് ഈ ഡിസൈൻ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. പ്യുവർ വൈറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഇങ്ങനെ പല്ലു വരുന്നു. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരിക. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. സൈഡ് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. റേറ്റ് വരുന്നത് 2725. പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. പിങ്കിന് കോമ്പിനേഷനായിട്ടുള്ള കളർ ഷെയ്ഡിലാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുക. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരിക. സൈഡ് സ്കാലപ്പ് വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോഡി പാർട്ടിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ബോർഡർ വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കൊരു പാർട്ടികൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഒതുങ്ങിക്കിടക്കും. നമുക്ക് വൺ ലെയർ ആയിട്ടെല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനും അതിൻ്റേതായൊരു കളർ കോമ്പിനേഷൻ, പക്ഷെ അതിന് ചേരുന്ന ഒരു ഇതിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു ഡിസൈനാണ്. സൈഡ് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നു. ഈ ബോർഡർ ഈ ഭാഗം വരെ വരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരിക ചെയ്യുക. റേറ്റ് വരുന്നത് 2725 ആണ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. ഇത് മെറൂൺ അല്ല കേട്ടോ, പക്ഷെ റാണി പിങ്കും അല്ല. അതിൻ്റെ മധ്യത്തിലുള്ളൊരു ഷെയ്ഡ് എന്ന് തന്നെ പറയാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. സൈഡ് സ്കാലപ്പ് വർക്കും ചെയ്തിരിക്കുന്നു. പല്ലു ഇങ്ങനെ വരുന്നു. ഇതാട്ടെ ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഉൾഭാഗം വരുന്നത്. ഈ മെറ്റീരിയൽ ഇങ്ങനെയും വരുന്നു. ബോഡി പാർട്ട് രണ്ട് സൈഡിലും ബോർഡറായിട്ട് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഇതും ടെസറിലാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ റേറ്റിന് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. 3645 ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. ഇതിൻ്റെ ആ ഡിസൈൻ കണ്ടോ, ഇതേ രീതിയിലാണ് ഇതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലുവായിട്ട് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് തന്നെ. ബോഡി പാർട്ടിൽ രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നു. രണ്ട് സൈഡിലും ഈ സൈഡിൽ ഈ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ലോവർ പോർഷനിൽ നല്ലൊരു കളർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു പേസ്റ്റൽ ഷെയ്ഡാണിത്. അപ്പോൾ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായൊരു ഷെയ്ഡ് തന്നെയാണ്. ഇതിൻ്റെ പ്ലീറ്റിൻ്റെ ഭാഗം വരുമ്പോഴേക്കും ഇങ്ങനെയാണ് വരിക. പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പല്ലു ഇങ്ങനെയും വരുന്നു. രണ്ട് സൈഡിലും ഈ എംബ്രോയ്ഡറി വർക്ക് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നു. ഈ വർക്കാണ് ഈ സാരിയെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡാണ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക.
വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നത്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്. നമുക്കിത് 1 ലെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റഡ് എടുത്താണേലും അങ്ങനെയും നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ബോഡി പാർട്ടിലും സ്കാറ്റേർഡ് ആയിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. 2 സൈഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. കുത്തുന്ന ഭാഗം വന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരിക. റേറ്റ് വരുന്നത് 3645 ആണ്. പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ ഈ കളറിൻ്റെ പറയുമ്പോൾ എന്തെങ്കിലും നമുക്കിത് എടുത്തു കഴിഞ്ഞിട്ടായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കോളിൽ വന്ന് അതൊന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഡൗട്ട് ഉണ്ട്, അപ്പം അപൂർവം ചിലർക്ക് അല്ലാതെ ഇല്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവരതൊന്ന് കൺഫേം ചെയ്തിട്ട് എടുക്കുമായിരുന്നെങ്കിൽ നല്ല കാര്യമാണ്. നമുക്കല്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടാണ്, പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പാടുണ്ട്. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഞാൻ ഈ കളർ പറയുന്നത്, ഇപ്പോൾ ഇത് പീച്ച് ഷെയ്ഡ് എന്ന് പറഞ്ഞു. നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഈ വീഡിയോയിൽ മാക്സിമം ഞാനത് വൃത്തിയായിട്ട് തന്നെ കാണിക്കുന്നുമുണ്ട്. എങ്കിലും എന്തെങ്കിലും ഒരു കളർ ഡിഫറൻസ് നമുക്ക് തോന്നുവാണെങ്കിൽ ഒന്ന് വീഡിയോ കോളിൽ വിളിച്ച് അതൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കായി വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ ഇതിൻ്റെ വരിക. 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. സെൽഫ് അല്ല, പക്ഷേ നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ്. ഇതിൽ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് വരുന്നു. നമ്മുടെ ഈ പ്ലീറ്റിൻ്റെ ഭാഗം വരുമ്പോഴേക്കും ഇങ്ങനെയാണ് വരിക. ഒണിയൻ പിങ്കിൻ്റെ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സൈഡിൽ ഈ ഡിസൈൻ വരുന്നു, ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. 3645 ആണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പല ടൈപ്പ് കാണിച്ചു. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.